നമസ്കാരം. പെരിയ ഇരട്ടക്കൊല കേസിൽ 14 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയ കോടതി വിധി വരുമ്പോൾ മക്കളുടെ വേർപാടിന്റെ വേദനയിൽ കണ്ണീരൊഴുക്കുകയായിരുന്നു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി കണ്ടെത്തിയ 14 പ്രതികളിൽ 6 പേർ CPM നേതാക്കളും മറ്റുള്ളവർ പ്രവർത്തകരുമാണ്. ഇതോടെ കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച പെരിയ കൊലപാതകത്തിലെ CPIM ബന്ധം വ്യക്തമാക്കപ്പെട്ടുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 2 ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി. 10 പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും. ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണും. ധാർമ്മികതയുടെ വിജയം കൂടിയാണ് ഈ വിജയം. കോടികൾ ചിലവിട്ട് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തി CBI അന്വേഷണം തടയാനും കേസ് അട്ടിമറിക്കാനും സർക്കാർ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾക്കിടെയാണ് പെരിയ കൊലപാതകത്തിലെ വിധി വരുന്നത്. വ്യക്തിവൈരാഗ്യം എന്ന പാർട്ടി വാദം പൊളിയുകയും മുൻ MLA ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെ CPIMന് നിരത്താൻ ഇനി പുതിയ ന്യായങ്ങൾ ഉണ്ടോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ശരത്ലാലിന്റെ പിതാവ് ശ്രീ സത്യനാരായണൻ, അതോടൊപ്പം തന്നെ കൃപേഷിന്റെ പിതാവ് ശ്രീ PV കൃഷ്ണൻ, ഇരുവരുമായി ഞാൻ നേരത്തെ സംസാരിച്ചു. അവരുടെ പ്രതികരണങ്ങൾ ഈ എൻകൗണ്ടറിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് പുറമെ അതിഥികളായി എത്തുന്നു CPMലെ അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ശ്രീ ജ്യോതികുമാർ ചാമക്കല, BJPയുടെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, അതോടൊപ്പം സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ. ഞാൻ ആദ്യം പോകുന്നത് ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനിലേക്കാണ്. ശ്രീ സത്യനാരായണൻ, ഈ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? നീതി ഉറപ്പാക്കപ്പെട്ടു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇന്നത്തെ കോടതി വിധിയിലൂടെ നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചിട്ടുണ്ട്. കാരണം 14 പ്രതികളെ അത് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണെങ്കിലും ഒരു 10 പ്രതികളെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10 പ്രതികളെ വെറുതെ വിട്ടതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾക്ക് അത്ര ആശ്വാസകരമായൊരു കാര്യമല്ല. കാരണം ഇവരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പരമാവധി തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ ഇല്ലകാലം ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിൻ്റെ തക്കതായ ശിക്ഷ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അത് ഇനിയും ഇതിൻ്റെ 3-ാം തീയതി ജനുവരി 3-ന് ശിക്ഷാവിധി പ്രഖ്യാപിച്ച ഉടനെ നമ്മുടെ പ്രോസിക്യൂട്ടറുമായി അതുപോലെ നമ്മൾ അഡ്വക്കേറ്റുമാരുമായും ആലോചിച്ച് ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും അതിനെ തുടർ നടപടികളിലേക്ക് അതിന് ശേഷം നമ്മൾ ചിന്തിക്കാം, ആലോചിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്തു തന്നെ ആയാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം അത്രയ്ക്കും നീചമായ എത്രയും വേദനാജനകമായ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റാത്തൊരു പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇല്ലാണ്ടാക്കി മറ്റ് തലമുറയൊക്കെ സ്വസ്ഥത കൊടുക്കാതെ ഈ നാടിന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് എല്ലാ ഭയാനകമായ ഒരു നാടിനെ അന്തഛിദ്രമാക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒരു മോചനം നേടാൻ എല്ലാവരും തലമുറയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിധി ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇനി ഈ കേരളത്തിൽ പോയി എവിടെ പോയാലും ഈ രാഷ്ട്രീയ കൊലപാതകം എന്നേക്കുമായി നിർത്തുന്ന രീതിയിലേക്കുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളെ മക്കളെ തിരിച്ചു കിട്ടൂല, അത് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും
ഇനിയുള്ള കാലം നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. വരും തലമുറക്കെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന രീതിയിലേക്കുള്ള ശിക്ഷാവിധിക്ക് വേണ്ടി ഞങ്ങൾ ശരി. എനിക്ക് കൃപേഷിന്റെ പിതാവ് ശ്രീ കൃഷ്ണൻ കല്യോട്ടിനോടും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. കൃഷ്ണേട്ട, ഈ വിധി വന്നതോടുകൂടി ഇരുവർക്കും നീതി ലഭിച്ചു? ഹലോ, 24 പ്രതികളിൽ 14 പ്രതികളെയാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. അതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഈ 10 പ്രതികൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമാണ്. ഇത് എല്ലാ ഗൂഢാലോചനയിലും പങ്കെടുക്കുന്നവരാണ്. ഇവരവിടുത്തെ ഒരു ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ഇല്ല ആൾക്കാരാണ്. പക്ഷെ അവരെ ഒഴിവായത് എന്തുകൊണ്ടെന്നല്ലേ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിന് എന്ത് പറ്റിയതെന്ന് അറിയില്ല. അപ്പോൾ ഈ 14 പേർക്ക് ശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് 2-3 പേര്. ഈ 3 പേര് ഒത്താശയിൽ പങ്കെടുത്തു. വെളുത്തുള്ളി പോയി തെളിവ് നശിപ്പിക്കുന്ന പോലീസുകാരെ കയ്യിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കാനും ഇറക്കി കൊണ്ടുപോകാനും എല്ലാം ശ്രമിച്ചവരാണ്. അപ്പോൾ ഇവരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതൊരു അവർക്ക് CPM-ന്റെ ചെറുപ്പക്കാർക്കൊരു മെസ്സേജാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഇവർ ഈ നേതാക്കന്മാരെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കൊലപാതകവും കൈവെട്ടും കാലുവെട്ടും എല്ലാം നടത്തുന്നത്. എന്നുവെച്ചാൽ എന്ത് ചെയ്താലും ഇവർക്ക് സഹായിക്കാൻ സ്റ്റേഷനിലെത്തുന്ന ആൾക്കാരുണ്ട്. അവരെ പോലീസുകാർ പിടിക്കൂല, അത് ചെയ്യാതെ അവരെ പ്രതികർക്കും. അങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് ഇവർക്ക് വലിയൊരു നേട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയാൻ മതി, ചെറുപ്പക്കാർക്ക് തിരിച്ചറിയാം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശരിയല്ല. ചെയ്തു കഴിഞ്ഞാൽ ഇതുമാതിരി ഇപ്പോൾ കിടക്കുന്ന 6 കൊല്ലം വരെ കിടന്നവരുണ്ട്, കുറച്ച് കൊല്ലം കിടന്നവരുണ്ട്. ഇതുമാതിരി കിടക്കേണ്ടി വരും. ഭരണമുണ്ടായിട്ടോ പാർട്ടി നേതാക്കന്മാരുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നിയമമാണ്, നിയമങ്ങൾ ആണ് വലുത്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നില്ലേ ഒരു മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ കോടതി നിയമ പോരാട്ടത്തിലെ കൂടിയിട്ടാണ് ഈ നീതി വാങ്ങിച്ചത്. വെച്ചാൽ നീതി ഞങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട ഗവൺമെന്റ് ഈ പ്രതികൾക്ക് വേണ്ടി കോടികൾ ഉറുപ്പ്യ വാരി ഖജനാവ് നിർത്തി ചെലവാക്കിയത്. ഇനിയും ചെലവാക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ ആരെ കൂടെ നിൽക്കുന്നത്? ഈ ജനങ്ങളല്ലേ. ഇപ്പോൾ എല്ലാ മുമ്പല്ലാണെങ്കിൽ ഒന്നും അറിയില്ല, ജനങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയില്ല. ഒരു പത്രം ഒരു നോക്കി ഇപ്പോൾ ചാനലിലെ കൂടി പത്രത്തിലെ കൂടി എല്ലാ ചെറിയ കുഞ്ഞു കുട്ടികൾ പോലും ഭക്ഷണം വായിക്കാൻ അറിയുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയും എല്ലാ സ്ഥിതിയും എല്ലാം അറിയുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളും മനസ്സിലാക്കും. അതേ ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കൊലപാതകമോ കൈവെട്ടോ കാലുവെട്ടോ ഇപ്പോൾ ഒരു 6 കൊല്ലമായിട്ട് CPM-ന്റെ കയ്യിൽ നിന്നില്ല. അതാണ് ഇതിനോട് കൂടി അവർ പറഞ്ഞ് ഈ കൊലാളികളൊക്കെ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഒരു ആയിപ്പോയാൽ 15 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ജയിലിൽ കിടക്കും, പിന്നെ പുറത്തു വരും. 3 പേരും കൂടി ലിസ്റ്റിൽ ഞങ്ങളെ കയ്യിലുണ്ട്, 3 പേരും കൂടി വധിക്കാനുണ്ട് ഈ ലിസ്റ്റിൽ എന്നാണ് അവരെ ആൾക്കാർ കാണാൻ പോയ ജയിലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് മെസ്സേജ് കൊടുത്തത്. അത് ഞങ്ങൾ നാട്ടിൽ വന്ന് പറയും ഇന്ന് 3 പേരും അവർ ലിസ്റ്റിലുണ്ടോലും പിന്നെ കൊല്ലാൻ അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് ശരിക്കും മനസ്സിലായി ആരുണ്ടായിട്ടും ഏത് നേതാവുണ്ടായിട്ടും ഏത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടും കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നീതി മേടിക്കാൻ പറ്റും. പ്രതികൾക്ക് അമ്മമ്മ കൊല ചെയ്ത ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ മെസ്സേജ് അവർക്ക് ശരിക്കും നല്ലൊരു മെസ്സേജാണ് കോടതി കൊടുത്തത്. ശരി. ശ്രീ സത്യനാരായണൻ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ഭാഗം. എന്നാൽ ഇത് വ്യക്തിവൈരാഗ്യം മൂലം സംഭവിച്ചതാണ് എന്നതായിരുന്നു CPM നിരന്തരം ഉന്നയിച്ചിരുന്ന ഒരു വാദം. ഈ കൊലപാതകത്തിലെ CPM-ന്റെ പങ്ക് തെളിഞ്ഞു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് കോടതിക്ക് തെളിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CBIക്ക് ഇതിന് മുമ്പേ തന്നെ കുറ്റപത്രത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമെന്ന് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതവർക്കും ബോധ്യമായിട്ടുണ്ട്. കോടതിക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെടാതെ ഇവിടുത്തെ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ മൊത്തം ജനങ്ങൾക്കും ഇത് അറിയപ്പെടുന്നവർക്കൊക്കെ ഇത് കൊലപാതകം അറിയാം. ഞങ്ങൾക്ക് വ്യക്തമായി കണ്ടതുപോലെ അറിയാവുന്നതാണ്. പക്ഷേ അതല്ലാണ്ടാക്കുക എന്നുള്ളത്, അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാതെ ആക്കുക എന്നുള്ളത് ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ കാലം തൊട്ടേയുള്ള ഒരു തന്ത്രമാണ്. തന്ത്രമല്ല, കുതന്ത്രം. തന്ത്രം എന്ന് വെച്ചാൽ കുറച്ചതിന് മാന്യതയുണ്ട്. കുതന്ത്രം എന്ന് വെച്ചാൽ എന്തോ ചെയ്യുക, അത് പാർട്ടിക്ക് ദോഷം വരാത്ത രീതിക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ സ്വത്ത് തർക്കമായോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമായോ മറ്റു തലത്തിലോ കൊണ്ടുപോയി അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങൾ ഇങ്ങനെ ആക്കി തീർക്കുക എന്ന കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലതും അറിയപ്പെടുന്നു, പലതും അറിയപ്പെടാതെ പോകുന്നു, ആർക്കും ശിക്ഷ കിട്ടൂല. അതുകൊണ്ട് ആൾക്കാർ ഇതിന് തുനിയുന്നു, ഒരു ബുദ്ധിമുട്ടില്ലാതെ കാശുണ്ടാകുന്നു, കുടുംബത്തെ പോറ്റുന്നു ഇവർ. അപ്പോൾ ആരും ഇതിന് ഈ കൊല്ലാനും കൊല്ലാക്കൊല ചെയ്യാനും
എന്ത് വൃത്തികേട് ചെയ്യാനും ഈ നാട്ടിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് CPM എന്നല്ല യുവജന സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് അവളെ വളർത്തിയെടുക്കുകയാണ്. അതിന് ഒരു തടയിടാനാണ് നമ്മൾ ഇത്രയും ഈ 6 വർഷമായിട്ടും ഈ നിയമ പോരാട്ടത്തിന് അടിയുറച്ച് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഞങ്ങൾ പുറപ്പെട്ടതും അതിന് നമ്മുടെ കൂടെ ഈ നമ്മുടെ UDF പ്രസ്ഥാനവും അതുപോലെ ഏറ്റവും മനുഷ്യസ്നേഹിയായ നല്ലവരായ ഈ പ്രവൃത്തിയിൽ വളരെയധികം വേദനിക്കുന്ന ഇത്രയും ശരി, ഇനി നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ശ്രീ K. അനിൽകുമാർ, ഇത് വ്യക്തിവൈരാഗ്യത്തിൽ സംഭവിച്ചതാണ്. ഇതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ല. ഇതായിരുന്നു പാർട്ടിയുടെ നിലപാട്, സർക്കാരിന്റെ നിലപാട്. ഇതിലിപ്പോൾ മുൻ ഉദുമ MLA CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K. മണികണ്ഠനുണ്ട്. പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന വെളുത്തോളി രാഘവനും N. ബാലകൃഷ്ണനുമുണ്ട്. ഈ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ മുഴുവൻ തന്നെ നേതാക്കളായും അണികളായും CPM-വുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ പാർട്ടിക്ക് ബന്ധമില്ല, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന വാദം കോടതി വിധിയോടുകൂടി, കോടതിയുടെ കണ്ടെത്തലോടുകൂടി പൊളിഞ്ഞില്ലേ? നമ്മുടെ കേരളത്തിൽ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരിമാരും പിതാവ് നഷ്ടപ്പെട്ട മക്കളും ഒക്കെയായി 600-ൽ പരം രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ CPM-വുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൊലയാളി സ്ഥാനത്ത് ഇവിടുത്തെ കോൺഗ്രസ് ഉണ്ട്, RSS ഉണ്ട്, BJP ഉണ്ട്, SDP ഉണ്ട്, മറ്റ് വലതുപക്ഷ ശക്തികൾ പലരും ഉണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ടതായോ ലീഗ് നേതാക്കന്മാർ നേരിട്ടതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. KPCC പ്രസിഡന്റ് ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയപ്പോൾ, ധീരജ കൊലപാതകം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുന്നു വാങ്ങിയ മരണമെന്നാണ്. CPM-ൻ്റെ ഒരു നേതാവും ഇത്രപ്രകാരം ഒരു ദാരുണ സംഭവം ഉണ്ടായാൽ അങ്ങനെ പറയില്ല. മാത്രമല്ല, അതിലെ കൊലയാളിയുമായി ഒരു തരത്തിലും അകന്നു നിൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്നൊക്കെ തന്നെ നിങ്ങളുടെ ചാനലിലൊക്കെ വന്ന് വലിയ വർത്തമാനം പറയുന്ന വടകരയിലെ MP-യും പാലക്കാട്ടെ MLA-യും ഒക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് അവർ ഈ നിഖിൽ പൈലി എന്ന് പറയുന്ന കൊലപാതകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നെല്ലാം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. CPM-ൻ്റെ സമീപനം എന്തായിരുന്നു? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CPM-ന് അക്കാര്യത്തിൽ രാഷ്ട്രീയമായി ബന്ധമില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഞങ്ങൾ സംഘടനാപരമായി അത് തള്ളിപ്പറഞ്ഞു. പാർട്ടി തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കൊല്ലപ്പെട്ട അവരുടെ പിതാക്കന്മാർ അവരിലൊരാൾ പറഞ്ഞത് കേട്ടു, 6 കൊല്ലമായി സംഭവങ്ങളില്ല, CPM മുൻകൈയെടുത്ത് ഒരു സംഭവങ്ങളും പാടില്ല, CPM-ൻ്റെ തൃശ്ശൂർ സമ്മേളന തീരുമാനമാണ്. ഞങ്ങൾക്കിട്ട് അടി കിട്ടിയാലും ഭൂമിയോളം ക്ഷമിച്ച് ഞങ്ങൾ തലകുമ്പിട്ടിരുന്ന് ഈ നാട്ടിൽ സമാധാനമുണ്ടാക്കാൻ ഞങ്ങൾ വാക്ക് പാലിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാട് അതാണ് എന്ന് തുറന്നു പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടും CPM-ൻ്റെ നിലപാട് എന്തായിരുന്നു? ഇവിടെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നത് കണ്ടു. ആഭ്യന്തരകാര്യമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയായിരിക്കെ തന്നെയാണ് ഈ കേസിലെ 10 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആ 10 പ്രതികളും പ്രതികളല്ല, യഥാർത്ഥ പ്രതികളായിരുന്നില്ല എന്ന് പരാതിയുണ്ടോ? ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട K. സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ യഥാർത്ഥ പ്രതികളല്ല എന്ന് പ്രസ്താവിച്ചിരുന്നു. KPCC പ്രസിഡന്റ് ഇവർ യഥാർത്ഥ പ്രതികളല്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ KPCC പ്രസിഡന്റ് യഥാർത്ഥ പ്രതികളല്ല എന്ന് പറഞ്ഞിട്ടും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിനകത്ത് പ്രതികൾ ആരെന്ന് നോക്കിയിട്ടല്ല, സംഭവങ്ങൾ എന്തെന്ന് നോക്കിയിട്ട് നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ഉചിതമായി പെരുമാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ അറിവെന്താണ്? ഞങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. ഞങ്ങൾക്ക് ചില മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവിടെ കിടക്കുന്നു. ഈ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരും
അതിനു മുമ്പ് ചില കേസിൽ പ്രതിയായിരുന്നു. പ്രതിയായതുകൊണ്ട് അവർ കൊല്ലപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. പ്രതികളായവർ ജയിലിൽ പോകണം. ആരെയാണ് അവർ ആക്രമിച്ചത് അവർ വിചാരണ സഹായകരമായി നിലപാട് സ്വീകരിക്കണം. ഈ കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരനെ ക്രൂരമായി മർദ്ദിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത രീതിയിൽ കൊന്നിട്ടു എന്ന് പറയാവുന്ന രീതിയിൽ കിടന്ന ഒരു അനുഭവമുണ്ടായി. 307 വകുപ്പ് പ്രകാരം 6-7 പ്രതികളുണ്ടായി. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കേരള സർക്കാരിൻ്റെ നിലപാടെന്താണ്? ശരത്തും അതുപോലെ തന്നെ ഈ രണ്ട് പ്രതികളും ഇത് കൊല്ലപ്പെട്ട 2 ആളുകളും പ്രതികളായ 307 വകുപ്പിനകത്ത് പീതാംബരന് മർദ്ദനമേറ്റയാൾക്ക് അല്ലെങ്കിൽ വധശ്രമത്തോളം എത്തിയ ക്രൂരമായി പരിക്ക് പറ്റിയയാൾക്ക് നീതി കിട്ടണം. പോലീസ് നിലപാട് സ്വീകരിച്ചു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? പീതാംബരനെ പോലുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന സൗമ്യമായ നിലപാടല്ല വേണ്ടത്, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടത് രാഷ്ട്രീയമായിട്ടാണ്, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും. ഞങ്ങളതിനോട് യോജിച്ചിട്ടില്ല. യോജിക്കാത്തതിൻ്റെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ബന്ധുക്കളടക്കമുള്ള ആളുകൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതവിടെ ഉണ്ടായ പ്രാദേശികമായ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണോ? അതറിയണമെങ്കിൽ CBIയുടെ കുറ്റപത്രം വായിക്കണം. കുറ്റപത്രത്തിൽ പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റിയിലെ തർക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ പെരുങ്കളിയാട്ടത്തിൻ്റെ തർക്കത്തിനകത്ത് അതിൻ്റെ ഭാരവാഹി സ്ഥാനത്തിന് പീതാംബരനും ഈ പറയുന്ന ആളുകൾ തമ്മിലുള്ള തർക്കം ഒരു വിഷയമായിരുന്നു എന്ന് CBIയുടെ കുറ്റപത്രത്തിലുണ്ട്. അതിനർത്ഥം എന്താണ്? അവർ തമ്മിൽ രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ പോലും രാഷ്ട്രീയത്തോടൊപ്പം തന്നെ വ്യക്തിപരമായ കാലുഷ്യമുണ്ടായിരുന്നു. ആ വ്യക്തിപരമായ കാലുഷ്യത്തിൽ പീതാംബരനെ കടന്നാക്രമിച്ച് കൊല്ലുന്നിടത്തോളം എത്തി. തിരിച്ച് ഇവരുടെ ഭാഗത്ത് പ്രതികരണങ്ങൾ ഉണ്ടായി കാണും. ഇത് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ ഉടനെ CPM ഇവിടുന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നടത്തുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടുന്നത് പുതിയ കാര്യമല്ല. ശരി അനിൽകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് വ്യക്തിവൈരാഗ്യം ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ അങ്ങനെ പക്ഷപാതപരമായിട്ടല്ല ഈ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു CBI അന്വേഷണം എന്ന ഈ മരിച്ചുപോയ 2 ചെറുപ്പക്കാരുടെ രക്ഷിതാക്കൾ അതിനുവേണ്ടി നിന്നപ്പോൾ, കോടതി അതിൽ തീരുമാനമുണ്ടായപ്പോൾ ആ CBI അന്വേഷണം ആവശ്യമില്ല, അതിനെതിരെ അപ്പീൽ നൽകി സുപ്രീം കോടതി വരെ സർക്കാർ പോയതിൻ്റെ ഉദ്ദേശം എന്താണ്? കോടികൾ ചെലവിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്നേ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിനകത്ത് നടപടി ഉണ്ടായല്ലോ, പാർട്ടി ആരെയും സംരക്ഷിച്ച് നിർത്തിയില്ലല്ലോ എന്നാണ്. ഇന്നിപ്പോൾ ഈ കേസിൽ പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ഉദുമ മുൻ MLA CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമന്റെ കാര്യം ഇന്ന് EP ജയരാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് KV കുഞ്ഞിരാമൻ നിരപരാധിയാണെന്നും പാർട്ടി ഇക്കാര്യത്തിൽ അപ്പീൽ നൽകി മുന്നോട്ട് പോകും ഇവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ എന്നാണ്. അങ്ങനെ നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പാക്കണമെന്ന സത്യസന്ധമായ ഒരു ആഗ്രഹം പാർട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ ഇതായിരിക്കണമായിരുന്നോ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന് നിഴലാണ്. കാരണം ഇതിനകത്തുള്ള മുഴുവൻ പ്രതികളും, കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങളും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു കാര്യം, കുഞ്ഞിരാമനെ പോലുള്ള നേതാക്കന്മാർ ഇത്തരം തെറ്റിൽ പങ്കെടുത്തിട്ടില്ല. അതായത് കൃത്യം ചെയ്ത സംഭവത്തിലുൾപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികൾ, ഒക്കറൻസ് അക്യൂസ്ഡ് എന്ന് പറയും, അതായത് സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾ, സംഭവത്തിൽപ്പെട്ട ഒരു പ്രതിയെയും CPM ഒരു തരത്തിലും സംരക്ഷിച്ചിട്ടില്ല. എന്നാൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ പേരിൽ CPMൻ്റെ ബന്ധമുള്ള മുഴുവൻ ആളുകളെയും വേട്ടയാടാൻ പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ആ കുടുംബങ്ങളെ സംരക്ഷിക്കും. അനാവശ്യമായി പോലീസ് ഹരാസ് ചെയ്തതിൻ്റെ നിലപാട് സ്വീകരിക്കും. അത് നാളെയും ഉണ്ടാകും. അങ്ങനെ സംഭവത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിൽ വ്യാജമായ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ അവിടെ ചെറുത്ത് നിന്നിട്ടുണ്ട്. നാളെയും ചെറുത്തുനിൽപ്പുണ്ടാവും. അല്ല, വ്യാജമായി ആരാണ് ചെയ്തത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണോ, CBIയുടെ അന്വേഷണത്തിലാണോ, ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലാണോ അങ്ങനെ വ്യാജമായ ഇടപെടൽ ഉണ്ടായത്? ശ്രീ അനിൽകുമാർ, ഞാൻ പറയട്ടെ, ചോദ്യങ്ങളായില്ല, ഞാനങ്ങ് പറയാം. ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടയാളല്ല കുഞ്ഞിരാമൻ അല്ലെ മണികണ്ഠൻ. അവർ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ബന്ധപ്പെട്ടിട്ടില്ല. സംഭവത്തിന് ശേഷം പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ കാര്യങ്ങളിൽ അവർക്ക് വിയോജനമുണ്ടായി.
അവർ നിലപാട് സ്വീകരിച്ചു. കാരണം പാർട്ടി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കും. ചിലപ്പോൾ പ്രാദേശികമായ ഇത്തരം പ്രശ്നങ്ങൾ വരും. അങ്ങനെ വന്നാൽ ഉടൻ തന്നെ അവരാകെ കുറ്റവാളിയായി എന്ന ധാരണ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ സഖാവ് അല്ല, അതൊന്നും വ്യക്തമായില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു പോരുതേ. അങ്ങനെ ഒന്നും വ്യക്തമായിട്ടില്ല. കുറ്റക്കാർക്കൊപ്പം നിൽക്കും, അവരെ സംരക്ഷിക്കും, അവർക്ക് വേണ്ടി നിൽക്കുന്നത് കുഴപ്പമല്ല എന്നൊക്കെ ശ്രീ കെ അനിൽകുമാർ താങ്കൾ പറഞ്ഞ ഭാഗം എനിക്ക് വ്യക്തമായിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന വ്യക്തിവൈരാഗ്യമാണ് ഇതിലേക്ക് നയിച്ചതിൽ ഒരു കാര്യമെങ്കിൽ, പോലീസ് അനാവശ്യമായി ഹരാസ് ചെയ്തത് കൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുത്തതാണെങ്കിൽ താങ്കൾ പറയണം, ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലാണോ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണോ, CBIയുടെ അന്വേഷണത്തിലാണോ നിങ്ങൾക്ക് ഈ പരാതി ഉള്ളത്? CBI അന്വേഷണത്തിലൂടെ സത്യം തെളിയും, ഇവിടുത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട 2 ചെറുപ്പക്കാരുടെ രക്ഷിതാക്കൾ നിലപാടെടുത്തപ്പോൾ കോടികൾ മുടക്കി ഇത് CBI അന്വേഷണം വേണ്ട എന്നതിലേക്ക് സർക്കാർ നിർബന്ധ ബുദ്ധിയോടുകൂടി നിയമ പോരാട്ടം നടത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അല്ല, ഞാൻ മറുപടി പറയേണ്ടതില്ല എന്ന നിർബന്ധ ബുദ്ധി ഗോപികൃഷ്ണൻ ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാനിതെല്ലാം മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നു. ഇല്ല, നിങ്ങളുടെ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരേണ്ടതായിരുന്നല്ലോ. ഗവർണർ നാളെ ഇവിടുന്ന് പോവുകയാണല്ലോ. അയാൾ ഭരണഘടന പാലിക്കാത്തതിൻ്റെ ഭാഗമായി എത്ര കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൊടുക്കേണ്ടി വന്നു? എത്ര കേസിലാണ് ഗവർണർ തോറ്റുപോയി? എത്ര കോടി രൂപ ചിലവായി? ഒരു ദിവസം ഗോപികൃഷ്ണൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്താ ചോദിക്കാത്തത്? അപ്പോൾ കേരള ഗവർണർ നിയമം പാലിക്കാതെ കേരളത്തിനെതിരായി യുദ്ധം ചെയ്താൽ നിങ്ങളെല്ലാം അതിന് കൈമണിയടിക്കും. എന്താണ് യഥാർത്ഥ പ്രശ്നം? CBI വരുന്നത് പ്രതികളെ രക്ഷിക്കാനാണ് എന്ന നിലയാണോ ഞങ്ങൾ പറഞ്ഞത്? CBI വരുന്നത് CPMൻ്റെ തലയിലേക്ക് കടന്നാക്രമണം നടത്താനാണ്. അതാണ് ഞങ്ങളുടെ വാദം. ഈ കേരളത്തിനകത്ത് CPM ഈ 8.25 കൊല്ലത്തെ ഗവൺമെൻറ് വന്ന ശേഷം CPM ആണ് എന്ന തരത്തിൽ ഏതെങ്കിലും പ്രതികൾക്ക് പ്രത്യേക പരിരക്ഷ കൊടുത്തോ? ഒരു കേസ് നിങ്ങൾക്ക് പറയാമോ? ഈ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യത്തോട് സർക്കാർ പ്രതിയാക്കാത്ത ഏതെങ്കിലും ഒരു പ്രൈം അക്യൂസ്ഡ് ഉണ്ടോ CBIക്ക് പ്രതിയാക്കാൻ? ഞാൻ ഗോപികൃഷ്ണനെ വെല്ലുവിളിക്കുകയാണ്. കേരള പോലീസ് കണ്ടെത്താത്ത ഒരു പ്രൈം അക്യൂസ്ഡിനെ ഏതെങ്കിലും തരത്തിൽ CBI കണ്ടെത്തിയോ? ഒരു ചുക്കും ചെയ്തില്ല. CBI ഇത് CPMൻ്റെ തലയെ കെട്ടിവെക്കാൻ മാത്രം അവിടെ ഇവിടെ അറ്റവും മുറിയും പറഞ്ഞ് കുറേ സാക്ഷിയുണ്ടാക്കി ഞങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ നോക്കി. അത് CBI കോടതിയിൽ ഇപ്പോൾ ചില പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. അവിടെ മേൽക്കോടതിയിൽ ഇത് പോകുമ്പോൾ അത് കൈകാര്യം ചെയ്യും. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കേസിനകത്തും CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി സംഭവം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ പഴയ റെക്കോർഡൊന്ന് വായിച്ചു നോക്കി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. കേരളത്തിലെ ഫെഡറൽ ഭരണഘടനയുള്ള ഒരു ഇന്ത്യ രാജ്യത്തിനകത്ത് കേരള സർക്കാരിൻ്റെ നിലപാട്, കേരള സർക്കാരിന് അധികാരമുള്ളയിടത്ത് CBI വരണ്ട. CBI വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. CBI വന്നിട്ട് എന്നായി സ്വർണ്ണക്കള്ളക്കടത്ത്? CBI വന്നിട്ട് എന്തായി മറ്റ് കള്ളക്കേസുകൾ വല്ലതും നടന്നോ? അപ്പം ഞങ്ങൾക്കെതിരെ നിങ്ങളെപ്പോലുള്ളവർക്ക് കുരച്ചു ചാടാൻ വേണ്ടി, കുറേ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി EDയും CBI ഒക്കെ നിൽക്കും. എല്ലാ ദിവസവും താങ്കൾ വലിയ കാര്യമായിട്ട് CBI കുറ്റപത്രത്തിലെ ഭാഗം ഇവിടെ വായിച്ചു കേൾപ്പിച്ചു, അതുകൊണ്ട് ചോദിച്ചതാണ്. വലിയ കാര്യം തന്നെയാ. വലിയ കാര്യമായിട്ട് CBI കുറ്റപത്രത്തിലെ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു താങ്കളുടെ വാദം പറയാൻ വേണ്ടിയിട്ട്. ഈ കേരളത്തിലേക്ക് കടക്കരുതെന്ന് CPMന്റെ തലയിൽ എല്ലാ കുറ്റവും ചാർത്താൻ നിൽക്കുന്ന CBIയുടെ കുറ്റപത്രം ഞങ്ങൾ നാളെയും പറയും. മനസ്സിലാക്കണം, ആ CBIക്കാർക്ക് എന്തുകൊണ്ട് പെരുങ്കളിയാട്ടത്തെക്കുറിച്ച് എഴുതേണ്ടി വന്നു? കേരള പോലീസ് കണ്ടെത്തിയതിനപ്പുറത്ത് ഒരു വരി CBI കണ്ടെത്തിയോ? കേരള പോലീസ് അതുകൊണ്ടായിരിക്കും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടായത്. അതുകൊണ്ടാണോ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടായത്? അപ്പൊ കൂടുതൽ പ്രതികളെ ഉണ്ടാക്കിയതാണ് ആര്? കൂടുതൽ പ്രതികളെ ഉണ്ടാക്കിയതാണ്. എന്താണ്? ചിലർ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന കെട്ടുകഥ ഉണ്ടാക്കാൻ കൂടുതൽ പ്രതികളെ ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു കാര്യം നിങ്ങൾ കേൾക്കൂ. അതായത് TP ചന്ദ്രശേഖരൻ കേസ് നടക്കുമ്പോൾ എന്തായിരുന്നു കെട്ടുകഥ? എവിടെ പോയി മോഹനൻ മാഷയുടെ പേരുള്ള കേസ്? എവിടെ? ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ചൊക്കെ കോടതി പറഞ്ഞ കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ചും ഈ കേസിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ച് കോടതി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു DYSP, TP ചന്ദ്രശേഖരൻ കേസിൽ ഒരു DYSP CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പേരിൽ കള്ളക്കേസ്, വ്യാജ ഗൂഢാർജന കേസ് ഉണ്ടാക്കിയതിന് വ്യാജരേഖയിൽ ഒപ്പിടിച്ചു.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യാജരേഖ ഉണ്ടാക്കിയതിന് ഒരു ഡിവൈഎസ്പി കയ്യും കെട്ടി കോടതി നിൽക്കുന്ന കേസിൻ്റെ പേരാണ് TP കേസ്. ആ കേസ് അന്വേഷിച്ച പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ജേക്കബ് പുന്നൂസ്, അന്നത്തെ DGP, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട? ഇത് വ്യക്തിപരമായ സംഘർഷമാണ്. എന്താ കാരണം? അതിലും ഇവിടെ പീതാംബരനെ പോലെ തൊട്ടപ്പുറത്തൊരു രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. ആ രാമേന്ദ്രന് എത്രത്തോളം നാശങ്ങൾ ഈ RMB എന്ന് പറയുന്ന കൂട്ടർ ഉണ്ടാക്കി എന്നുള്ളത് വേറൊരു കഥ. ഇതൊക്കെ അവിടെ ഉണ്ടാകുന്ന നാട്ടുതർക്കങ്ങളാണ്. ഇപ്പുറത്തും രാഷ്ട്രീയമുള്ളവരുണ്ട്, അപ്പുറത്തും രാഷ്ട്രീയമുള്ളവരുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാകുന്ന രാഷ്ട്രീയ തർക്കങ്ങളല്ല, അത് അവർ തമ്മിലുള്ള തർക്കങ്ങൾ കൂടിയാണ്. അതിൻ്റെ അറ്റത്തുമൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവരുണ്ടാകുമെന്നേ. ഉണ്ടായ ഉടനെ കേരളത്തിലെ CPM ഇതാണ്. ആരാ പറയണത്? അപ്പുറത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവരല്ല, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പ്രതികളുമുള്ള കേസ്. അങ്ങനെ തന്നെ പെരിയ കേസിനെ കുറിച്ച് പറയണം. കേട്ടോ ശ്രീ അരുൺകുമാർ, മുഴുവൻ ആളുകളും പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസ്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കം, മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കം, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPMന്റെ മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ അടക്കമുള്ള മുഴുവൻ ആളുകൾ അല്ല, അങ്ങനെ കുഴയില്ല ഈ കാര്യങ്ങളിൽ നാക്ക്. അങ്ങനെ ഞങ്ങളുടെ നാക്ക് അങ്ങനെ കുഴയില്ല. അതുകൊണ്ട് കേൾക്കുക, ദയവായി കേൾക്കുക. താങ്കൾ ന്യായീകരിച്ച് താങ്കളുടെ നാക്ക് കുഴയാതെ നോക്കിയാൽ മതി. 5 പേർ ഇതേ ജില്ലയിലാണ് 5 പേരെ ചുട്ടുകൊന്നത് കോൺഗ്രസ്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ആ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ പിതാക്കന്മാർ വന്ന് പറഞ്ഞതിനെ മാനിക്കുകയും തല കുമ്പിട്ടിരിക്കുകയും ചെയ്യും. അതേസമയം മറ്റേ കോൺഗ്രസ്സുകാർ വന്ന് വർത്താനം പറയാനുണ്ടല്ലോ. 5 ആളെ ചുട്ടുകൊന്ന ജില്ലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാത്രിയിൽ അവിടെയാണ് വയനാട്ടിൽ 2 ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചാമക്കാരോട് അങ്ങോട്ട് എല്ലാം പറ. 2 ആളാണ്. നവീൻ ബാബു അത് ഉറപ്പായിട്ടും അതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് വരും. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഭാഗം താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഞാനൊരു ഇടവേള എടുക്കുന്നു, തിരിച്ചു വരും. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക്. എൻകൗണ്ടർ പ്രൈം തുടരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിലുണ്ടായിരുന്ന ഒരു നാട്ടിലെ പ്രശ്നത്തെ രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാനും CPMന്റെ പേരിൽ തലയിൽ കെട്ടിവെക്കാനും നടത്തിയ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി പോലും എന്നാണ് ശ്രീ അനിൽകുമാറിന്റെ വാദം. ഇതിലെ പാർട്ടി ബന്ധം എന്നത് എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ട്? ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന എത്രമാത്രം വ്യക്തമായിട്ടുണ്ട് കോൺഗ്രസിന്റെ നോട്ടത്തിൽ? ഗോപികൃഷ്ണൻ, ഇവിടെ അനിൽകുമാർ ഘോരഘോര സംസാരിച്ചല്ലോ. ഇന്ന് നമ്മൾ കണ്ടത് 2 അമ്മമാരുടെ വിലാപമാണ്. അത് കഴിഞ്ഞ 5-6 വർഷമായി ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിലാപത്തിൻ്റെ ബാക്കി പത്രം. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ഒരു തർക്കവും വേണ്ട, അടുത്ത വർഷത്തെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് CPM എന്ന സംഘടനയ്ക്ക് നൽകേണ്ടി വരുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം നടന്നിട്ടുള്ളത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഉളിപ്പുമില്ലാതെ വന്നിരുന്ന് ഇതുപോലെയൊക്കെ പറയാൻ കഴിയുന്നത് CPMന് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കടമെടുത്താൽ കുരയ്ക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ? അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് 14 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു, CBI 10 പേരെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത 14 പേരിൽ 10 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. CBI അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന 10 പേരിൽ 4 പേരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ CBI അന്വേഷിച്ചോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചോ എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ പരിണിത ഫലം എന്താണ്? ഈ കേസിനെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI കോടതിയിൽ വാദപ്രതിവാദം നടന്ന് 2 വർഷമായി വാദപ്രതിവാദം നടന്ന്, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായ ഡേറ്റ് കൂടി ഞാൻ പറയാം. അവിടെ ട്രയൽ ആരംഭിച്ചത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. 2023 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ട്രയൽ ആരംഭിച്ചത്. ആ ട്രയൽ ആരംഭിച്ച് ഏകദേശം 2 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം വിധി പ്രസ്താവിച്ചിരിക്കുന്നു. തെളിവുകളുടെ പിൻബലത്തിൽ വിധി പ്രസ്താവിച്ച് 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ അതിൽ 6 പേരും അറിയപ്പെടുന്ന CPMന്റെ നേതാക്കന്മാരായിരിക്കെ, ബാക്കി 8 പേരും CPMന്റെ അണികളും പ്രവർത്തകരുമായിരിക്കെ, ഈ 14 പേരും രാഷ്ട്രീയമായി നടത്തിയ ഒരു ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കുറ്റക്കാരാണെന്ന് ശിക്ഷിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളെ അംഗീകരിക്കുന്നില്ല, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കുന്നില്ല, ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ പുസ്തകത്തിലുള്ളതല്ല, നിഘണ്ടുവിലുള്ളതല്ല എന്നൊക്കെ പറഞ്ഞാൽ ആരാ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക? ഇവിടെ നോക്കൂ, ഇതിന് എനിക്ക് അത്ഭുതമൊന്നുമില്ല. അദ്ദേഹം സാന്ദർഭികവശാൽ TP ചന്ദ്രശേഖരൻ വധത്തിലേക്കൊക്കെ പോയി. TP ചന്ദ്രശേഖരൻ വധത്തിൽ ശിക്ഷിക്കപ്പെട്ടയാളല്ലേ കുഞ്ഞനന്തൻ? ആ കുഞ്ഞനന്തനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? എന്ത് സന്ദേശമാണ് ഈ പൊതുസമൂഹത്തിന് നൽകിയത്? ആ കുഞ്ഞനന്തന് വേണ്ടി, ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞനന്തന് വേണ്ടി നിങ്ങൾ സ്മാരകം പണിഞ്ഞില്ലേ?
അദ്ദേഹം ഇപ്പോഴും കുറ്റക്കാരനാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? താങ്കൾ മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞല്ലോ. കുഞ്ഞനന്തൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടും അംഗീകരിക്കാത്ത CPM-നെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമായി അധികാരത്തിലിരിക്കുമ്പോഴും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നല്ലേ പറയേണ്ടത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗോപികൃഷ്ണൻ കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇത്തരത്തിൽ സ്മാരകം പണിയുന്നത്? അദ്ദേഹത്തിൻ്റെ മരണാനന്തര വാർഷികത്തിന് പൊതുയോഗം നടത്തി അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? അത് ഇത്തരം കൊലയാളികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഗോപികൃഷ്ണൻ? എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന് വീരവാദം പറയുക, കൊട്ടിഘോഷിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 2 കുട്ടികളെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അവരെ സ്കെച്ച് ചെയ്ത്, അവരെ പ്ലാൻ ചെയ്ത്, മുൻകൂട്ടി തീരുമാനിച്ച്, ആലോചന നടത്തി, യോഗം ചേർന്ന് തീരുമാനിച്ച്, അവരുടെ റൂട്ടുകൾ ഉൾപ്പെടെ ഫിക്സ് ചെയ്ത് അവരെ ഞാൻ ഇന്നും ഞാൻ ഓർക്കുന്നു ആ സംഭവം നടക്കുമ്പോൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായി അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര കാസർഗോഡ് നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്. അത് ഏകദേശം തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം. ഞങ്ങളുടെയൊക്കെ ചിവിൽ ഞങ്ങളെല്ലാം തൃശ്ശൂരാണ്. അവിടെ ആ ജാഥ നിർത്തിവെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതിന് പോയത്. അപ്പോൾ ആ രീതിയിൽ ആ ചെറുപ്പക്കാരെ യാതൊരു കാരണവും കൂടാതെ അരുംകൊല ചെയ്തതിന് ശേഷം, കൊല ചെയ്യുക മാത്രമല്ല, കൊലയ്ക്കുള്ള വാഹനം സംഘടിപ്പിച്ചു, ഡേറ്റ് തീരുമാനിച്ചു, അവരുടെ കലണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയ്ക്ക് നേരെ ചുവന്ന മഷി കൊണ്ട് ക്രോസ് വരച്ചു, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അതിനുശേഷം ആളിനെ നിർത്തി ഇവരെങ്ങോട്ട് പോകുമെന്ന് കണ്ടെത്തി അവരെ വളഞ്ഞിട്ട് വെട്ടി കൊലപ്പെടുത്തിയതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാൻ വാഹനം സംഘടിപ്പിച്ചു, അവരുടെ വസ്ത്രം കത്തിച്ച് കളയാൻ ആളിനെ ഏർപ്പെടുത്തി, അവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ MLA ആയിരുന്ന കുഞ്ഞിരാമനെ ചുമതലപ്പെടുത്തി. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇന്ന് പ്രതിയായിട്ടുള്ളതും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതും. കുഞ്ഞിരാമനൊക്കെ കണ്ടെത്തിയിട്ടും എന്ത് CBI അധികമായി കണ്ടെത്തിയെന്നാണ് ചോദിച്ചത്? CBI കണ്ടെത്തിയിരിക്കുന്നത് കുഞ്ഞിരാമൻ ഉൾപ്പെടെ, നിങ്ങളുടെ മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ, നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, നിങ്ങളുടെ മറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും വന്നിരുന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ അങ്ങ് വന്ന് തള്ളുക. ഇവരൊക്കെ മനുഷ്യനാണോ? ആ അമ്മമാരുടെ കണ്ണുനീരിന്നും കണ്ടില്ലേ? ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് വാദപ്രതിവാദം നടത്താൻ. എന്നിട്ടും ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് എന്നാണ് ചോദിക്കുന്നത്. തിരച്ചിവാലിലടിച്ചാലും ഇതൊന്നും മാറില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും നന്നാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം വന്നിരിക്കുന്നു. ഇന്നെന്താ EP ജയരാജൻ എന്ന് പറയുന്നത്? EP ജയരാജൻ കുഞ്ഞിരാമനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അവിടെയൊക്കെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മൾ കുഞ്ഞാനന്ദനെ വീണ്ടും ഓർക്കപ്പെടുന്നത്. ഈ ഓരോ കേസിലും ഇനി നിങ്ങൾ എന്താ ചെയ്തത്? കേസ് നടന്നു, വിവാദമുണ്ടായപ്പോൾ ക്രൈംബ്രാഞ്ചിനെ വിട്ടു, ക്രൈംബ്രാഞ്ച് 14 പേരെ അറസ്റ്റ് ചെയ്തു. ശരിയാണ്, കുടുംബത്തിന് ആ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായില്ല. കുടുംബത്തിന് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടാകാതെ വന്നപ്പോൾ കുടുംബം കോടതിയിൽ പോയപ്പോൾ സർക്കാരിൻ്റെ നിലപാട് അവിടെ നിൽക്കണേ. കുടുംബം കോടതിയിൽ പോയി, കോടതിയിൽ പോയിട്ട് സിംഗിൾ ബെഞ്ച് വിധിച്ചില്ലേ CBIക്ക് വിടണമെന്ന്? നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ എത്ര കോടി രൂപ ചെലവാക്കിയതിന് വേണ്ടി? CBIക്ക് പോകാതിരിക്കാൻ വേണ്ടി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു CBIക്ക് വിടണം. എന്നിട്ട് നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ എവിടെയാണ് പോയത്? സുപ്രീം കോടതിയിൽ പോയി. ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ ഞാനും ഗോപികൃഷ്ണൻ ഉൾപ്പെടെ ഈ ഇതിൽ പങ്കെടുക്കുന്ന കൃപേഷിന്റെ ശരത്ലാലിന്റെയും പിതാക്കന്മാരുണ്ട്. അവരുൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയില്ലേ? എന്നിട്ട് വന്നിരുന്ന് ഗീർവാണം വിടുക. ഉളുപ്പുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടാകില്ല. പക്ഷേ അത്തരത്തിൽ നിങ്ങൾ എന്തിനായിരുന്നു സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ CBI അന്വേഷണത്തെ എതിർത്തത്? ഇവിടെ UDFന്റെ സർക്കാർ ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഇത്തരത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് അതെങ്ങനെയോ ആയിക്കോട്ടെ, അന്വേഷണത്തെ സംബന്ധിച്ച് തൃപ്തികരമല്ലെങ്കിൽ സർക്കാർ അവരെഴുതി പേപ്പർ എഴുതി കൊടുത്താൽ സർക്കാർ CBIക്ക് വിടും. ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് CBI വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു വിവാദ നായികയുടെ ഒരു പരാതി ഒരു വെള്ള പേപ്പറിൽ എഴുതി മേടിച്ചിട്ട് CBIക്ക് വിട്ട മാന്യന്മാരാ വന്നിരുന്ന് പറയുന്നത്. അറിയാമോ? ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയരുത്. എന്നിട്ട് എന്തായി? ഞങ്ങൾക്ക് CBIക്ക് വിടുന്നത് ഇഷ്ടമല്ല, ഞങ്ങൾ അങ്ങ് നടത്തിക്കൊള്ളാം. നിങ്ങൾ എപ്പോഴാണ് CBIക്ക് വിട്ടത്? ഒരു പരാതി എഴുതി വാങ്ങി നമ്മുടെ പ്രമുഖനായ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസ് CBIക്ക് വിടുന്നത് നിങ്ങൾ എന്ത് നേടി? അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഇവിടെ നിങ്ങളുടെ മുൻ MLA ഉൾപ്പെടെ പിടിക്കപ്പെടുമെന്നായപ്പോൾ CPMന്റെ നേതാക്കന്മാർ അഴിക്കുള്ളിലാകുമെന്നായപ്പോൾ CBI വേണ്ട, ഞങ്ങൾക്ക് വെറുക്കപ്പെട്ടവരാ. ഇവിടെ CBI അന്വേഷിച്ചേട്ടെ, കോടതിയിൽ വന്നല്ലോ, കോടതി വിധിയെങ്കിലും ഒന്ന് അംഗീകരിക്കുന്നേ. അതിനും തയ്യാറാവില്ലെന്നല്ല പറഞ്ഞാൽ കോടതി വിധിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ ഇന്ന് പറയല്ലേ? LDFന്റെ കൺവീനർ പറയല്ലേ? മുൻ കൺവീനർ പറയല്ലേ? ഇതാണോ ജനാധിപത്യം? ഇവിടെ ജനാധിപത്യം വേണ്ടേ? ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നിങ്ങൾ അപ്പീൽ പോകും, നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല ഈ കൊലപാതകമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ ന്യായീകരിക്കുന്നത്? അവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, കുഞ്ഞനന്തനെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? അതിന്റെ തുടർച്ചയാണ് നിങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെ നോക്കൂ, നിങ്ങൾ ആ 2 ചെറുപ്പക്കാരെ കൊന്നു, കരുതിക്കുട്ടി കൊന്നു.
കൊന്നതിന് ശേഷവും അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കൂ. ഇത് പ്ലാൻഡ് ആയിരുന്നില്ലേ? ഓരോ നിമിഷവും അവരെ സ്കെച്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് അവരുടെ യാത്രകൾ കണക്കാക്കി അവരെങ്ങോട്ട് പോകുന്നു മനസ്സിലാക്കി നിങ്ങൾ കൊന്നതല്ലേ? എന്നിട്ടും കോടതി വിധി വന്നിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലേ? പിന്നെ നിങ്ങളെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? പിന്നെ ഒരു വക്കീല് CK ശ്രീധരൻ, നിങ്ങൾ എന്തെല്ലാം വൃത്തികെട്ട ഹീനമായ മാർഗങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു. ഒരു വക്കീൽ, അദ്ദേഹം ഈ കുടുംബത്തിന്റെ താങ്ങും തണലുമാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ കേസിന്റെ മുഴുവൻ രേഖകളും കൈക്കലാക്കി അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ ഉന്നതനായ നേതാവായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ നേതാവേ എന്ന് വിളിച്ചു പോയതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പരമപൂച്ഛം ഞങ്ങളോട് തന്നെ തോന്നുക. 4 അണയ്ക്ക് വേണ്ടി CPM-കാരുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിന്ന് മാത്രമല്ല, ഗോപികൃഷ്ണൻ ആലോചിക്കണം, ആ കേസിന്റെ മുഴുവൻ ഒരു വക്കീൽ എന്ന നിലയിൽ, രാഷ്ട്രീയക്കാരെന്നുള്ള കാര്യം പോട്ടെ, ഒരു വക്കീൽ എന്ന നിലയിൽ ഇതിനകത്തൊരു ഇന്റഗ്രിറ്റി കാണിക്കട്ടെ. ഒരു കേസിനെ സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതിന് ശേഷം, അതിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സും കയ്യിൽ കിട്ടിയതിന് ശേഷം, അതിലെ വാദികളുടെ ഭാഗത്ത് എന്താണ് അവരുടെ ന്യായമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നേരെ മറുകണ്ടം ചാടുക പാർട്ടി മാറിക്കോളൂ. നിങ്ങൾ അപ്പുറത്ത് വക്കാലത്ത് ഒഴിഞ്ഞു പോയി എതിർകക്ഷികളുടെ വക്കാലത്തെടുക്കുക. മിസ്റ്റർ ശ്രീധരൻ, കേരള സമൂഹം നിങ്ങളെ മറക്കില്ല. ഇന്ന് ആ അമ്മമാരുടെ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിൽ നിങ്ങൾ വെണ്ണീറാകും. ഒരു തർക്കവും വേണ്ട ശ്രീധരൻ. ശരി, നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ കൊള്ളരുതായ്മ. ശരി, ഞാൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിലേക്ക് ഒന്ന് പോട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, CBI അന്വേഷണം വേണം എന്നത് കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു. കാരണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ലായിരുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ അവിടെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് തടയാൻ സർക്കാർ ശ്രമിച്ചു. അവിടെയും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയി ലക്ഷക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് നൽകാൻ സർക്കാർ തയ്യാറായി. അതിനൊക്കെ ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടായതിനും CBI അന്വേഷണം തടയാൻ വേണ്ടി കോടികൾ മുടക്കി ഉന്നത കോടതികളെ സമീപിച്ചതിനും ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു ന്യായം, CBIയെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം CBI രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് പ്രതികളെ മുഴുവൻ CPM-കാരാക്കി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി CPM തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള വരവായിരിക്കും CBIയുടേതെന്ന് അറിഞ്ഞാണ് അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതെന്നാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് BJP പ്രതിനിധി എന്ന നിലയിൽ? ഗോപികൃഷ്ണ, CBI വന്നിട്ട് എന്തായി എന്നുള്ള ആ ചോദ്യത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് എന്തായാലും തരും. അതിനു മുമ്പ് 1-2 കാര്യം ഈ വിഷയത്തിൽ. നമുക്കറിയാം, നമ്മൾ കണ്ണൂർ ജില്ലയും അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗോപികൃഷ്ണ, നമുക്ക് ഇതിൽ നിന്നെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം, CPIM-ന് മലബാറിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാനും കൊല നടത്താനും കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും വേണമെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ജയിലിൽ പോകാനുമുള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യമായിരുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലും ഏത് തരംതാണ രീതിയിലും കൊലപാതകത്തെ ന്യായീകരിക്കാനും ഇങ്ങനെ ഒരു സംഘം CPIM-ന് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ ബോധ്യമായിരിക്കുന്നു. നോക്കൂ ഗോപികൃഷ്ണ, കേരളത്തിന്റെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഒരുപറ്റം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ CPIM-ന്റെ നേതൃത്വവും പിണറായി വിജയനും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് CBI മുഖത്തു കൊടുത്ത അടിയല്ലേ ഇന്നത്തെ കേസിലെ വിധി? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൊണ്ട് ഏത് നേതാക്കളിയാ സമീപകാലത്ത് കേരളത്തിൽ പിടിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് CPM-ന് നേരെ അന്വേഷണം വരുമ്പോൾ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുള്ളത്, ഈ കാസർഗോഡിലുള്ള ചില കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസവും മിനിയാന്നും ഈ കൊലപാതകികളോടൊപ്പം വേദി പങ്കിടുന്ന ഒരു കാഴ്ച. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു പോവാ, ഈ കണ്ണൂർ ജില്ലയിലെ മൻസൂർ വധക്കേസ്, ഷുഹൈബ് വധക്കേസ്, ഇതിലൊന്നും എന്തുകൊണ്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും CPIM-ന്റെ ഈ ബന്ധം ഇവിടെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഗോപികൃഷ്ണ, താങ്കൾ ചോദിച്ച ഒരു ചോദ്യം നോക്കൂ, നിങ്ങൾ എത്ര ആവേശത്തിലാ അനിൽകുമാർ ചോദിക്കുന്നത്. കേരളത്തിൽ CBI വന്നിട്ട് എന്തുണ്ടായി? ഒന്ന് ഗോപികൃഷ്ണൻ ഇത് പൊതുവായിട്ട്, കാരണം താങ്കളോടായിരുന്നു ആ ചോദ്യം ചോദിച്ചത്, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതിൽ 5 കേസ് മാത്രം എടുത്തിട്ട് കേരളത്തിൽ CBI വന്നപ്പോ ഈ പാർട്ടിയുടെ മുഖത്തടിച്ചതിന്റെ കഥ ഞാൻ പറയാം. നോക്കൂ, നിങ്ങൾ ഈ 2006 ഒരു പെരുന്നാളിന്റെ തലേ ദിവസം ഒരു NDF-ന്റെ നേതാവിനെ കൊലപ്പെടുത്തി ആ രക്തം അതിൽ മുക്കി അതൊരു RSS നേതാവിന്റെ പുരയിടത്തിലേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഏതൊക്കെയോ ആളെയൊക്കെ പിടികൂടി. അവസാനം ഈ പറയുന്ന NDF-ന്റെ നേതാവ് ഫസലിന്റെ ഭാര്യ പറഞ്ഞു, ഇത് ഇവരല്ല ചെയ്തത്, അന്വേഷണം CBI വരണം.
എന്താ ഗോപികൃഷ്ണന്റെ റിസൾട്ട്? അന്ന് ഈ ഫസലിന്റെ മൃതശരീരവുമായി തലശ്ശേരിയിലൂടെ കോടിയേരിയിലേക്ക് വരുന്ന വഴിയിൽ ആംബുലൻസിന്റെ മുന്നിൽ നിന്ന് ട്രാഫിക് നിയന്ത്രിച്ച കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതിയായി 1. രണ്ടാമത്തത് ഈ പയ്യോളി കോഴിക്കോട് ജില്ലയിലെ മനോജ് വധക്കേസിൽ ഇന്ന് പ്രതിയായിരിക്കുന്ന ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിന്റെ അനിൽകുമാർ, ചന്തു മാസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ പേര്, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിന്റെ രാധാകൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെയാ പ്രതിയെന്നറിയോ? കോടതിയിൽ വെച്ച് ഇതിലെ പ്രതികൾ പറയാ, ചന്ത് മാസ്റ്റർ പറഞ്ഞയച്ചതാ ഞങ്ങളെ, രാധാകൃഷ്ണൻ പറഞ്ഞയച്ചതാ ഞങ്ങളെ. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ക്രൈംബ്രാഞ്ചിനും പോലീസിനും എല്ലാം സാധിച്ചത് CBI വന്നപ്പോയാ. നോക്കൂ നിങ്ങൾ, കതിരൂർ മനോജ്, അറിയോ അനിൽകുമാറെ? തകൾ ചോദിച്ച ചോദ്യത്തിന്റെ വലിയ ഉത്തര. കതിരൂർ മനോജ് കേസിൽ നെഞ്ചിടിപ്പ് വന്ന ഒരു നിങ്ങളുടെ സമുന്നത നേതാവുണ്ട്, യമരാജൻ, ജയരാജൻ, 3 കൊലക്കേസിലെ പ്രതിയാ. ആരാ? CBI. ക്രൈംബ്രാഞ്ച് അല്ല അന്വേഷിച്ച് പ്രതിയെ പിടിച്ചത്, ക്രൈംബ്രാഞ്ച് അല്ല ജയിലിൽ അടച്ചത്, CBI. ഒരൊറ്റ കാര്യം കൂടി അല്ല ഗോപികൃഷ്ണ, അതേപോലെ തന്നെയാണ് അരിയിൽ ശുക്കൂർ, ഒരു ജീവിതത്തിന്റെ എട്ടും പൊട്ടും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു വയലിൽ വിചാരണ നടത്തി കഴുത്തറുത്ത് കൊന്നിട്ട് ആ കേസില് ഈ പ്രതിയായിരിക്കുന്നത് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മധുസൂദനൻ മാസ്റ്ററും അതേപോലെ തന്നെ പാട്യത്തുള്ള ലോക്കൽ സെക്രട്ടറി ചാല പ്രകാശനും അനിലെ. എങ്ങനെ വന്നോന്നറിയോ? CBI വന്നിട്ട്. അപ്പോ കേരളത്തിൽ സമർത്ഥമായി കേസുകൾ അന്വേഷിക്കാനുള്ള ഗവേഷണം നിങ്ങൾ നടത്തി ഗോപികൃഷ്ണ. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയും തലശ്ശേരിയിലുള്ള ജില്ലാ കോടതിയും പന്ന്യന്നൂർ ചന്ദ്രൻ വധക്കേസിലും KT ജയകൃഷ്ണൻ മാസ്റ്ററിലും എഴുതിയ വിധിന്യായത്തിൽ പറഞ്ഞു, കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗവേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് ജഡ്ജ്മെന്റിന്റെ കോപ്പി അയച്ചിട്ട് പോലും ഈ 2 മുന്നണികളും ഭരിക്കുന്ന കാലത്ത് ഒരു നടപടി എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. പരുമല പമ്പ ദേവസ്വം ബോർഡ് കോളേജിലെ കേസ് അട്ടിമറിക്കാൻ ആന്റണി ഗവൺമെന്റ് ആ കൂട്ടു നിന്നിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഉദാഹരണങ്ങൾ വേണം? അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നിങ്ങൾ അനിൽകുമാറെ, കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ 600 പേരെ ഇപ്പൊ എണ്ണിയല്ലോ. ആ 600 പേരിൽ തലശ്ശേരിക്കടുത്ത മെരുവമ്പായിക്കടുത്തുള്ള ഏകദേശം ഒരു കുന്നോത്ത് പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് അളകാപുരി കള്ളിഷാപ്പിൽ മരിച്ച കുഞ്ഞിരാമനും തലശ്ശേരി കൊടുവള്ളി ആശുപത്രിക്കടുത്ത് ലഹരി മാഫിയ സംഘർഷത്തിൽ മരിച്ചവരും കല്ലിക്കണ്ടിയിൽ ബോംബ് കെട്ടുമ്പോൾ മരിച്ചവരും ഒക്കെ നിങ്ങളെ പറഞ്ഞ ലിസ്റ്റിലുണ്ട് അനിൽകുമാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണൂരിൽ എല്ലാ പാർട്ടികളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൊലക്കത്തിക്ക് ഇരയാകാത്തവർ കണ്ണൂരിലും കാസർഗോഡും മിണ്ടാപ്രാണികൾ പോലുമില്ല. 72 വയസ്സുള്ള വയോവൃദ്ധയായിട്ടുള്ള അമ്മൂമ്മയെ നിങ്ങൾ ബോംബെറിഞ്ഞു കൊന്നിട്ടുണ്ട്. പ്രകാശ് ബാബു, ഞാൻ വളരെ പർട്ടിക്കുലറായിട്ട് ഈ കാര്യത്തിൽ CPIM ഇപ്പോൾ അപ്പീൽ നൽകാൻ പോകുന്നതും CPIM ഇപ്പോൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുമൊക്കെ ഇതിൽ പ്രാദേശികമായ ചില തർക്കങ്ങൾ ഈ മരണത്തിലേക്ക് ഇടവെച്ചിട്ടുണ്ട്, കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ അന്വേഷണം പോയില്ല എന്നതിൽ അവർ കൂടുതൽ മേൽക്കോടതിയെ സമീപിക്കാൻ അവർ ഒരുങ്ങുന്നു എന്നതാണ്. അതിനൊരു കാരണം പറഞ്ഞതാണ്, CBI വരുമ്പോൾ കാര്യങ്ങൾ ഈ തരത്തിലെ രാഷ്ട്രീയ സ്വഭാവത്തോടുകൂടി അത് പരിഗണിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ. ഗോപികൃഷ്ണനോടാണോ? അതെ 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 ഞാനൊന്ന് CRലേക്ക് കൂടി പോകണം. താങ്കൾ വേഗം ചെറിയ മറുപടി പറഞ്ഞു. അല്ല ഗോപികൃഷ്ണ, ഈ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, CPIM-ന്റെ ഒരു സെക്രട്ടേറിയറ്റ് അംഗം ഈ സ്ഥലത്ത് വന്നിട്ട് പ്രസംഗിച്ച് നമുക്കറിയാലോ, തെങ്ങിൻ പൂക്കുല പോലെ തലച്ചോറ് ചിന്തി ചിതറുന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതൊക്കെ തെളിവ് നശിപ്പിച്ച ഒരു അന്വേഷണം നടന്നിടത്താണ് കേരളത്തിലെ ഭരണകൂടം. അതായത് ആഭ്യന്തര വകുപ്പ്. പ്രകാശ് ബാബു ഒറ്റ മിനിറ്റ്. ശ്രീ അനിൽകുമാർ പറയൂ. നിങ്ങള് ഗോപികൃഷ്ണൻ മുതൽ ഇപ്പൊ CR നീലകണ്ഠൻ വരെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാർക്കെല്ലാം നുണ പറയുക, അവർക്കെല്ലാം എതിരെ. ഞങ്ങൾക്ക് മറുപടി പറയാൻ നേരമില്ല. ഇപ്പൊ നിങ്ങൾ വട്ടം തട്ടാൻ പോവാണ്. നേരമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഈ കേസിലെ ഈ കേസിലെ വിധിന്യായത്തെ ഒരു മിനിറ്റ് ശ്രീ അനിൽകുമാർ, ശ്രീ CR നീലകണ്ഠൻ, ഈ കേസിലെ വിധിന്യായത്തെ താങ്കൾ എങ്ങനെ കാണും? ഞങ്ങളെ ആക്രമിക്കുക. അല്ല, ഒരു മിനിറ്റ് ശ്രീ അനിൽകുമാർ, ഞാൻ താങ്കൾക്ക് തലശ്ശേരി വർഗീയ കലാപം നടത്തിയ ഗോപികൃഷ്ണൻ അറിയത്തില്ലേ? ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ CR ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. ശ്രീ CR നീലകണ്ഠൻ പറയും. അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം.
ശ്രീ അല്ലല്ല, സി ആർ CR നെ നീലകണ്ഠൻ കുറിച്ചല്ല മറുപടി ഞാൻ പറയട്ടെ. ചോദിക്കുന്നത്. ഞാൻ ഗോപികൃഷ്ണനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശ്രീ സി ആർ നീലകണ്ഠൻ ഒരു മിനിറ്റ് ശ്രീ അനിൽകുമാർ, ശ്രീ സി ആർ നീലകണ്ഠൻ ഒരു മറുപടി പറയട്ടെ. ഞങ്ങളുടെ ശ്രീ രക്തസാക്ഷി സി ആർ നീലകണ്ഠൻ അല്ലല്ലല്ല, നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചില്ല. ഒരു മിനിറ്റ് ശ്രീ ഞങ്ങളുടെ സി ആർ നീലകണ്ഠൻ. അനിൽകുമാറിന് ഞാൻ കൃത്യമായ സമയം നൽകിയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് തന്നെ സംശയമില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ ഒന്ന് മറുപടി പറഞ്ഞു. ഒരു സെക്കൻഡ് ശ്രീ സി ആർ നീലകണ്ഠൻ ഒന്ന് മറുപടി പറയട്ടെ. സംസാരിക്കാൻ വിട്. ഞാൻ മറുപടി അല്ല പറയണത്. അല്ലല്ല ശ്രീ സി ആർ നീലകണ്ഠൻ, ഞാൻ പറയണത്. ഞാൻ ഒരു മിനിറ്റ് വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ പറയും. അല്ലല്ല, ഗോപികൃഷ്ണനോട് ചോദിക്കണം. നിങ്ങളുടെ പണി എന്താ? എന്റെ പണിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ പറയും. അപമാനിച്ചിട്ട് സഖാവ് കുഞ്ഞിരാമനെ അപമാനിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാട്ടെ. ഞാൻ പറയുന്നത് അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് കേൾക്കണ്ട. ശ്രീ ആർ നീലകണ്ഠൻ താങ്കൾ പറയും. ശ്രീ അനിൽകുമാർ ഒരു കാര്യം, ഞാൻ താങ്കൾക്ക് ശ്രീ അനിൽകുമാർ, ഞാൻ താങ്കൾക്ക് ഈ ചർച്ചയിൽ താങ്കളുടെ ഭാഗം പറയാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ താങ്കൾക്ക് തരും. ഈ കാര്യം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ താങ്കൾ ഇടപെട്ടുകൊണ്ട് ഈ ചർച്ചയെ വഴിതെറ്റിക്കാൻ ദയവായി താങ്കൾ ശ്രമിക്കരുത് ശ്രീ അനിൽകുമാർ. ഇത് എന്റെ ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ സംസാരിക്കട്ടെ. അദ്ദേഹം ഇതുവരെ ഒരു കാര്യവും ഈ കാര്യത്തിൽ സംസാരിച്ചില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ പറയൂ. അദ്ദേഹത്തിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് സി ആർ ഒന്ന് പറയൂ. എനിക്ക് മറുപടിക്ക് സമയമൊന്നും വേണ്ട. സി ആർ പറയൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വേറൊന്നും പറയണ്ടേ? സി ആർ പറയൂ. സി ആർ നിങ്ങളൊന്ന് മര്യാദക്കിരിക്കുന്നേ. നിങ്ങൾ ഈ ചർച്ചക്കകത്ത് മര്യാദ കാണിക്കും. ഗോപികൃഷ്ണന്റെ പണി എന്താ? അതിനെയും പറയും. അല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് താങ്കൾ പറയൂ. അനിൽകുമാറെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോണ്ടിരുന്നു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മിണ്ടാതിരുന്നാ മതി. നിങ്ങൾ ജോലി എന്ന് പറയുന്നത് ഞങ്ങളെ ആക്രമിക്കാനും അല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറയുന്നേ. എനിക്കറിയില്ല. നിങ്ങൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ അതിൽ ഇടപെടുന്നുണ്ടോ? സി ആർ പറയൂ. നിങ്ങളല്ല, എനിക്ക് നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. അവസരം വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു. അനിൽകുമാർ എത്ര ഇടപെട്ടു? അനിൽകുമാറെ, അത് ഗോപികൃഷ്ണൻ പറയും. പ്രിയപ്പെട്ട അനിൽകുമാറെ, ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ ചർച്ചകൾ നടക്കുമ്പോ അതിനകത്ത് വിമർശനം മറുപടി പറയണം. മറുപടി പറയാൻ താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഇടവേള എടുക്കുന്നു. ശ്രീ അനിൽകുമാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം ഞാൻ തരാമെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു. താങ്കൾ ഉന്നയിച്ചതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് താങ്കൾ അവരെ മാനിക്കണം. താങ്കൾക്ക് ഐ ഹാവ് ഗിവൺ യു ആംപിൾ ടൈം. താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയം ഞാൻ തന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ സി ആർ നീലകണ്ഠനെ സംസാരിക്കാൻ താങ്കൾ അനുവദിക്കണം. ഈ ചർച്ചയിൽ താങ്കൾ ആ തരത്തിലുള്ള ഒരു സൗമനസ്യം താങ്കൾ കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു ഇടവേള എടുക്കുന്നു. ശ്രീ സി ആർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ വിധി എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകുന്നത്? അതിനു മുമ്പ് നിങ്ങളുടെ ചോദ്യം തന്നെ വളരെ രസമാണ്. CPM മാപ്പ് പറയുമോ എന്നാണ്. ഒരു 25 കൊല്ലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാപ്പ് കിട്ടും. ഇപ്പം ബംഗാളിൽ മാപ്പുകളുടെ ബഹളമാണ്. മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് ശരിയായില്ല, ഇവിടെ ചെയ്ത് ശരിയായില്ല, അത് ചെയ്ത് ശരിയായില്ല. ത്രിപുരയിൽ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും മാപ്പ് പറയും. പക്ഷെ വെള്ളം ഒഴുകിപ്പോയിട്ട് അണ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ കേസിൽ ഗോപികൃഷ്ണൻ ആദ്യം ചോദിച്ച ചോദ്യം മാത്രമേ ഞാൻ ഉത്തരം പറയുന്നുള്ളൂ. ഇതിലെ കുറ്റപത്രം അനിൽകുമാറിൻ്റെ അഡ്വക്കേറ്റാണ്, ജ്യോതികുമാർ അഡ്വക്കേറ്റാണ്, മറ്റേ ഇദ്ദേഹം അഡ്വക്കേറ്റാണെന്ന് എനിക്കറിയില്ല. ഒരു സാധാരണ അഡ്വക്കേറ്റായ എനിക്ക് പോലും അറിയാം 120B ഒരു കേസിൽ കോടതി അംഗീകരിക്കണമെങ്കിൽ വളരെ 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 ബുദ്ധിമുട്ടുണ്ട്. 120B സംശയാതീതമായി തെളിയിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത ആളുകൾ, അനിൽകുമാറിനറിയാം, നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത ആളുകൾക്കും 120B ആയി കൂട്ടുപ്രതി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആൾക്കും സെയിം ശിക്ഷയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്നത്. 120B എന്ന് ഞാൻ പറഞ്ഞ പഴയ വകുപ്പാണ്, അതനുസരിച്ചാണ് ഈ കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ 120Bയിൽ CPMൻ്റെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ജഡ്ജി കൃത്യമായി പറയുന്നു. ആ ഗൂഢാലോചന വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് ഈ വിധിന്യായം പറയുന്നു. അത് അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഗൂഢാലോചന വന്നാൽ ഇനി അതുകൊണ്ടാണ്. ഗൂഢാലോചന വന്നാൽ പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന് പറയും. ഇനി പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ്, അല്ലെങ്കിൽ പ്രാദേശിക വഴക്കാണെങ്കിൽ ഈ കേസിൽ പാർട്ടി ഈ നേതാക്കന്മാരൊഴിച്ച് ബാക്കി ആരുടെ കാര്യത്തിലും പാർട്ടി ഇടപെടില്ല എന്ന് പറയുമോ? ഇപ്പോൾ TPയുടെ കേസിൽ പറഞ്ഞു. TPയുടെ കേസിൽ കോടതി ശിക്ഷിച്ച ഒരു പ്രതിയുടെ കല്യാണത്തിന് ഒരു MLA അടക്കം പോയി നിന്ന് ആ കരഘോഷം നടത്തി, ആഘോഷം നടത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രതിക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല.
അത് TP സന്ദർശനം എന്നിട്ട് പറഞ്ഞത് അത് പ്രാദേശിക പ്രശ്നമാണ്. പ്രാദേശിക പ്രശ്നമാണെങ്കിൽ എന്തിനാ തലശ്ശേരി MLA അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ അടക്കം പോയി അദ്ദേഹത്തിന് സല്യൂട്ട് അടിച്ചത് കല്യാണത്തിന് പ്രതി പരോളിൽ ഇറങ്ങിയ പ്രതിക്ക്. ഞാൻ നിരവധി മറ്റു കാര്യങ്ങളിൽ പറയുന്നില്ല. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഏറ്റവും വലിയൊരു അടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിപ്പോൾ അവർ സമ്മതിക്കുന്നത് ഗോപികൃഷ്ണൻ ഇപ്പോൾ എത്ര അനിൽകുമാറിനെ ഇടിച്ചാലും പിഴിഞ്ഞാലും എത്ര പറഞ്ഞാലും അനിൽകുമാർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബഹളം ആയിട്ട് വന്നത്. എനിക്കറിയാതെ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേ ചെയ്യാൻ പറ്റും. നാളെ എന്നോട് കാണുമ്പോൾ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം പറയട്ടെ. പ്രശ്നം ഏറ്റവും പ്രധാന മർമ്മപ്രദമായ പ്രശ്നം എന്താ? ഇതിൽ ഗവൺമെൻറ് ഇടപെട്ടത്. ഇപ്പോൾ ഇതിന് മാത്രമല്ലല്ലോ, ഞാൻ CBIയുടെ ഒരു ആരാധകനൊന്നും അല്ല കേട്ടോ. നേരത്തെ BJP സുഹൃത്ത് പറഞ്ഞു ഞാൻ ആരാധകനൊന്നുമല്ല. വാളയാർ പോലൊരു കേസ് CBI ചക്ക കുഴയണമാതിരി കുഴച്ചിട്ടിരിക്കുക. അതൊക്കെ ഞങ്ങൾക്കറിയാം. CBI അത്ര വലിയ നമ്മുടെ ഇത്. ഇനി CPM ഭരിക്കുന്ന കാലത്ത് അവരുടെ പോലീസ് ഒരു CPM-കാരനെയും ശിക്ഷിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇടപെട്ട 3-4 കേസുകൾ എനിക്കറിയാം. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി വെറുതെ വിട്ടു, വാളയാർ കേസിൽ, ഇതൊക്കെ കുഞ്ഞുങ്ങൾ പീഡിപ്പിച്ച് കൊലയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കേസിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഈ ഗവൺമെൻറ് വെച്ചാൽ 2016 പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2017-ലും 2021-ലും ഉണ്ടായ 2 സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചെറിയ പെൺകുട്ടികൾ ക്രൂരമായി പീഡിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അത് ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുക്കാൻ പോണു. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തിന് വലിയ കീർത്തിപത്രം കൊടുത്ത് കോടതിയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ മോചിപ്പിച്ച് കേസൊന്നുമില്ല, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് CPM മാപ്പ് പറയുമെന്നോ എന്നൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഇത് പൊതുസമൂഹം ഇപ്പോൾ ഈ CPM-കാർ പറയുന്നത് ദേശാഭിമാനിയോ കൈരളി ചാനലോ പറയുന്നത് മാത്രമല്ലല്ലോ കേൾക്കുന്നത്. മറ്റ് ചാനലുകളുണ്ട്, പത്രങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. തീർച്ചയായും ഈ ചോദ്യങ്ങളൊക്കെ അനിൽകുമാറോട് ഇരുന്ന് എന്നെ എത്ര തടസ്സപ്പെടുത്തിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകുമ്പോഴില്ല. അനിൽകുമാർ തടസ്സപ്പെടുത്തുമ്പോൾ അനിൽകുമാറിന് പറയാനില്ല. ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. 25 കൊല്ലം മുമ്പ് നടന്നു അല്ലെങ്കിൽ മുമ്പ് കൊലപാതകം. ഇങ്ങോട്ട് ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടു, ഇതെപ്പോഴും പറയുന്നൊരു ന്യായ. ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് ഏത് കൊലപാതകവും കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് ഒരു സഹതാപ തരംഗം വെറുതെ ഇങ്ങനെ വർത്തമാനം പറയും. ഇതൊന്നുമല്ല. സത്യസന്ധമായി അക്രമ രാഷ്ട്രീയം, ഞാൻ അക്രമ രാഷ്ട്രീയം എന്ന് പോലും പറയില്ല, അക്രമ അരാഷ്ട്രീയം. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പരാജയപ്പെടുമ്പോഴാണ് അക്രമത്തിലേക്ക്, ഹിംസയിലേക്ക് പോകുന്നത്. അത് ഏത് പാർട്ടിയായാലും. അതുകൊണ്ട് ഹിംസാത്മകമായ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കാത്തടത്തോളം CPM-നോ BJP-ക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ആർക്കായാലും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചു കാലം ഇങ്ങനെ നിൽക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ ജനങ്ങൾ ഇത് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാലമാണ്. ഈ കോടതി വിധി അതിന് സഹായകമാണ്. ശരി അനിൽകുമാർ, നിങ്ങൾ അപ്പീൽ നൽകാൻ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? CPM അപ്പീൽ നൽകുന്നില്ല. 2, ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ അവാർഡ് കിട്ടുന്നില്ല. CPM-ന് കിട്ടുമെന്ന് വിശ്വാസമില്ല. പക്ഷേ കോൺഗ്രസ്സിന് ഉറപ്പായിട്ട് കിട്ടും. രാജീവ് ഗാന്ധിക്ക് കിട്ടും. രാജീവ് ഗാന്ധിയാണ് 4000 സിഖുകാരെ കോൺഗ്രസ്സുകാർ കൂട്ടക്കൊല ചെയ്തപ്പോൾ, ചുട്ടു കൊന്നുകൊണ്ടിരുന്നപ്പം ഒരു വലിയ മരം ഇളകിയാൽ മണ്ണിളകിയ പോലെയാണ് 4000 സിഖുകാരെ കൊന്നത്. ആ കൊലയാളി പാർട്ടിയുടെ നേതാവാണ് രാജീവ് ഗാന്ധി. ഒന്ന് ശുപാർശ ചെയ്യും, ചിലപ്പോൾ കിട്ടിയേക്കും. ഇനി BJP-ക്കാർക്ക് കിട്ടുമല്ലോ. ഇവിടെ എണ്ണി പറഞ്ഞല്ലോ, ഗുജറാത്തിലെ കൂട്ടക്കൊല എത്ര പേരാ? ഇതേ സ്ഥലത്ത് 5 പേരെ ഞങ്ങളുടെ ആളെ കൊന്നത്. തലശ്ശേരി വർഗീയ കലാപം നടത്തിയ RSS വർഗീയ കലാപം നടത്തിയപ്പോൾ കൊല്ലപ്പെട്ട സഖാവ് കുഞ്ഞിരാമൻ. ആ കൊലയാളി ജനസംഘമാണ്, RSS ആണെന്ന് നിങ്ങൾ മനോരമ പത്രം, മാതൃഭൂമി പത്രം, ഗോപികൃഷ്ണൻ വായിച്ചിട്ടില്ലേ? നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ? അങ്ങനെ ഒരാൾ കള്ളുഷാപ്പിൽ സംഘർഷമാണെന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങളെന്താ തടയാത്തത്? പിന്നെ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താ? CR നീലകണ്ഠൻ പറഞ്ഞു അനിൽകുമാറിനെ ഇടിക്കണം, അനിൽകുമാറിനെ പിഴിയണം. അത് നിങ്ങൾ 5 ആളെ കൊണ്ടിരുത്തിയിരിക്കുക. ഗോപികൃഷ്ണനോട് ആ കൂടെ കൂടിയിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിക്കിട്ട് ചാമ്പാൻ വേണ്ടി 5 പേരെ കൊണ്ടിരുത്തിയിട്ട് അനിൽകുമാറിനെ ഇടിച്ചാലും പിഴിഞ്ഞാലും ഇതിനപ്പുറം കിട്ടത്തില്ല.
അല്ലല്ല, ആ തലത്തിലേക്ക് നമ്മുടെ ചർച്ച പോണ്ട. ശ്രീ അനിൽകുമാർ, ഇത് 5 പേരെ പിടിച്ചിരുത്തി CPM വിചാരണ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല. താങ്കൾക്കറിയാം, കേരളം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത 2 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട കഴിഞ്ഞ 6 വർഷമായി നിയമ പോരാട്ടത്തിൽ രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ അതിലെ പ്രതികളാക്കപ്പെട്ടവരുടെ പാർട്ടി ബന്ധം പുറത്തു വരുമ്പോൾ അത് കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ ചർച്ച ചെയ്യുക എന്ന ദൗത്യം മാത്രമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, CPM പ്രതിനിധിയായ ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് താങ്കളുടെ വാച്ച് നോക്കാം, ടൈം കോഡ് നോക്കാം, താങ്കളുടെ ഭാഗങ്ങൾ പറയാൻ, താങ്കളുടെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള കൃത്യമായ സമയം ഞാൻ തന്നിട്ടുണ്ട്. അങ്ങനെ ചർച്ചയിലെ നീതി ഞാൻ പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അനാഥരാക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുക എന്നതാണ് സാമൂഹിക നീതി നടപ്പാക്കാനുള്ള അതിന്റെ ആദ്യ ചുവട്. അതുണ്ടാകണം. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ പറയുന്നത് സമ്പൂർണ്ണമായ നീതി കിട്ടി എന്നവർ കരുതുന്നില്ല. അതേസമയം തന്നെ നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ആ നിയമ പോരാട്ടത്തിൽ നീതിയുടെ പ്രകാശം അവരുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്ന പ്രൈം ടൈം ന്യൂസാണ്. ഉന്മേഷ് ശിവരാമൻ പ്രേക്ഷകർക്കൊപ്പം എത്തുന്നു പ്രൈം ടൈം ന്യൂസുമായി ഉടൻ. ഗുഡ് നൈറ്റ്.